ഒരവരുടെ നെഞ്ചില് പാണ്ഡവര് വളരുന്നതു കാണാന് സഹിക്കാനായില്ല. ദുര്യോധനനും ശകുനിയും ചേർന്ന് ഒരു രഹസ്യദൂർത്തം ആസൂത്രണം ചെയ്തു. പാണ്ഡവരെ നിലയ്ക്കാതെ ഇല്ലാതാക്കണം. അവർ അവരുടെ പിതാവായ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, പാണ്ഡവർക്കായി ഒരു കൊട്ടാരം പണിയാമേ. അവർക്കൊരു വിശ്രമയാത്ര നൽകാമല്ലോ. ധൃതരാഷ്ട്രൻ നിരുത്തരം. അദ്ദേഹം അനുമതി നൽകി. അങ്ങനെ പാണ്ഡവർ അമ്മ കുന്തിയുമായി ലക്ഷ്യഗൃഹമെന്ന കൊട്ടാരത്തിലേക്ക് യാത്രയായി. പക്ഷേ പാണ്ഡവർക്കറിയാതെ അത് തീ പിടിക്കാവുന്ന അർത്ഥങ്ങളാൽ നിറച്ചിരുന്നു. തൈലം, നാരുകൾ, മെഴുക് എല്ലാം. വിതുരൻ ആത്മവിശ്വാസമുള്ളവൻ ഈ ഗൂഢകാര്യത്തെക്കുറിച്ച് സൂചന നൽകി. കൈവിരലുകൾ കൊണ്ട് പറഞ്ഞ ഭാഷയിൽ പാണ്ഡവന്മാർക്ക് മുന്നറിയിപ്പ് നൽകി, ഇത് വെറും വിളവയാത്രയല്ല, ജീവന് ഭീഷണിയാണെന്ന്. ഒരു രാത്രിയിൽ ദുര്യോധനന്റെ ഗൂഢന്മാരുള്ള വീട്ടിൽ തീ കൊളുത്തി. പോലുള്ളവരെ കാട്ടിയ ദാസി കുടുംബത്തെ അകത്തു പൂട്ടി തീ കൊളുത്തി. പക്ഷേ പാണ്ഡവർ ഇതിനോടകം ഒരു ഗുഹാതുരങ്കമുണ്ടാക്കി രക്ഷപ്പെടുകയായിരുന്നു. അവർ തീയിൽ ചത്തെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ അവർ രക്ഷപ്പെട്ടു. തുടർന്ന് അവർ കാടിലൂടെ യാത്ര ചെയ്തു. അതിനുശേഷം അവർ ബഹളം കൂടാതെ എക്കാലത്തേക്കുള്ള ചാരിത്രത്തിലേക്ക് കടന്നു.